ചെയ്യുന്നത് പൈനാപ്പിൾ ഗ്രിൽഡ് ചിക്കനാണ് ചെയ്യാൻ പോകുന്നത്. പൈനാപ്പിൾ ജ്യൂസിൽ ചെയ്യുന്നത് എളുപ്പമാണ്. ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസണാണ്, നമുക്ക് ഇഷ്ടംപോലെ കിട്ടും. ഇതിൻ്റെ കൂടെ ഒരു എഗ് ഫ്രൈഡ് റൈസ് വെക്കുവാന്നേൽ നല്ലതാണ്. എഗ് ഫ്രൈഡ് റൈസ് നമുക്ക് വെളിയിൽ നിന്ന് മേടിക്കുമോ, നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമോ, എന്നാ വേണേലും ചെയ്യാം, ഒരു പ്രശ്നമില്ല. അല്ല ഒരു പ്ലെയിൻ പുലാവ് ആണെങ്കിൽ പോലും അതിന് ടെൻഷനില്ല, നല്ല ടേസ്റ്റാണ്. ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത്. മെനക്കേടുണ്ടോ എന്ന് ചോദിച്ചാൽ മെനക്കേടില്ല. പിന്നെ എന്നാ പറയുക, ചിക്കൻ്റെ വേവ് അത് ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി ഇച്ചിരിയും കട്ടിയില്ലാതെ ഒക്കെയാണ് അത് മുറിക്കുന്നത്. അന്നേരം പിന്നെ എന്തുവാ അല്ലേ, ഒട്ടും വേവാന് സമയം എടുക്കുകയല്ല. പക്ഷേ ഇതൊരു സ്റ്റാർട്ടറായിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, സ്റ്റാർട്ടർ അല്ലാത്ത രീതിയിൽ നമുക്കൊരു ഇച്ചിരി എന്നാ പറയുക, ഉള്ളിയോ ക്യാപ്സിക്കോ എണ്ണയിലോ ഒക്കെ ഇട്ടൊന്ന് സോട്ട് ചെയ്ത് എടുക്കുവാണെങ്കിൽ അതൊരു ഡിഷാക്കി മാറ്റാം. അതിൻ്റെ കൂടെ മറ്റേ കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കി വെച്ച് ഒരു ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ അതൊരു ഗ്രേവി ആയിട്ട് എടുക്കാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതൊരു ഫ്രൈഡ് റൈസിനൂടെ കൊടുത്താൽ നല്ലതാണ്. സ്റ്റാർട്ടർ ആണെങ്കിൽ അങ്ങനെ. ഇനിയിപ്പോൾ എന്നാ വേണ്ടിയേ, നമുക്ക് എന്നതാ വേണ്ടതെന്ന് വെച്ചാൽ അതങ്ങ് ചെയ്തോ. പക്ഷേ അത് ഉണ്ടാക്കാൻ അറിയണം, അതിന് വേണ്ടിയ സാധനങ്ങൾ എന്താണെന്ന് വേണം. ആദ്യം നമുക്ക് വേണ്ടിയത്, ഇതിനകത്ത് വേണ്ടിയത് ബോൺലെസ് ചിക്കനാണ് വേണ്ടേ. അത് ബ്രസ്റ്റ് പീസായിട്ട് നീളത്തിൽ സ്ട്രിപ്പായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ, അല്ല ക്യൂബായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ, ഏത് വേണമെങ്കിലും ചെയ്യാം. ഇത് കുറച്ച് ബോൺലെസ് ചിക്കനാണ് മുറിച്ച് വെച്ചേക്കുന്നത്. പിന്നെ വേണ്ടിയത് ഒരു കുറച്ച് ഉപ്പ്, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് വിനീഗർ, കുറച്ച് സോയാ സോസ്, കുറച്ച് ഇഞ്ചി, കുരുമുളക് പൊടി, ഇച്ചിരി പച്ചമുളക്, കുറച്ച് കോൺഫ്ലവർ. ഇത്രയും സാധനം നമ്മുടെ വീട്ടിലില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന കളത്തരായി പോവേ. പിന്നെ വേണ്ടിയത് പൈനാപ്പിൾ ജ്യൂസ് എടുക്കുക, ഒട്ടും വെള്ളം ചേർക്കരുത്. ഇനി എന്നാ ചെയ്യേണ്ടേ, ഒരു ബൗൾ എടുക്കുക, ഈ സാധനം എല്ലാം ഇച്ചിരി ഇച്ചിരി അങ്ങോട്ട് മിക്സ് ചെയ്യുക, അന്നേച്ച് ഗ്രില്ല് ചെയ്തെടുക്കുക. എന്നാ എളുപ്പം അല്ലേ. ഇത് പിള്ളേർക്കൊക്കെ ഒരു വൈകുന്നേരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ പിള്ളേർക്കും ഭയങ്കര ഇഷ്ടമാണ്. പൈനാപ്പിൾ വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തേച്ച് ഇച്ചിരി അരിച്ചെടുക്കണേ. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി ഉപ്പ്, കുറച്ച് വെളുത്തുള്ളി, ഒരു ടീസ്പൂൺ വിനീഗർ, കുറച്ച് സോയാ സോസ്, അതൊരു 1.5 ടീസ്പൂണോളം ഒഴിച്ചേക്കാവേ. കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ശരിക്കും നമ്മൾ ചതച്ചിടുന്നതിനെക്കാട്ടിലും ഇങ്ങനെ അരിഞ്ഞിടുന്നതിനെക്കാട്ടിലും കുറച്ചൊന്ന് അരച്ചതിടുവാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇതിനകത്തോട്ട് ഇച്ചിരി കുരുമുളക് പൊടി, കുറച്ച് പച്ചമുളക്, ഇതും പേസ്റ്റ് ആക്കുന്നത് തന്നെയാണ് നല്ലത്. ഇതിനകത്തോട്ട് ഒരു 2 ടീസ്പൂണോളം കോൺഫ്ലവർ. അന്നേച്ച് ഇത് നല്ല അസലായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒട്ടും കട്ടയൊന്നും വരാതെ ഫുള്ള്. ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ചിക്കൻ ഇതിനകത്തോട്ടിട്ട് മിക്സ് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു നൈറ്റ് കംപ്ലീറ്റ് വെക്കുവാണെങ്കിൽ നല്ല, അല്ലെങ്കിൽ മിനിമം ഒരു 20 മിനിറ്റ്സ് വെക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും പറ്റിയില്ലെങ്കിൽ എന്നാ പറയുക, ഇച്ചിരി നേരം പെരട്ടി വെക്കുന്നത് തന്നെയാണ് നല്ല കാര്യം. ഇതിനകത്ത് പിടിക്കാനൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ സാധനങ്ങൾ കോൺഫ്ലവർ ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും, ഒരു ഇച്ചിരി വലിയ മുഴുത്ത ചിക്കനാണ് എങ്കിൽ ഈ പറഞ്ഞ ബാക്കി കോൺഫ്ലവർ ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും കൂടെ ചിക്കനകത്തിട്ട് നല്ലോണം പെരട്ടി വെച്ച് ഒന്ന് വേവിക്കുക. അതായത് പൈനാപ്പിൾ ജ്യൂസിനകത്തിട്ടൊന്ന് വേവിച്ച് പറ്റിച്ചെടുത്തേച്ച് ബട്ടറിനകത്തൊന്ന് നമ്മൾ ടോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റായി. ഇതിപ്പോൾ അങ്ങനെയല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഡയറക്റ്റ്ലി ഇതിപ്പോൾ ഒട്ടും കട്ടിയില്ലാതെയാണ് ഞാൻ അരിഞ്ഞേക്കുന്നത്. അതിന് വലിയ വേവ് വരികയില്ല.
നല്ലതായിട്ടൊരു ചെറിയ ഫ്ലെയിമേൽ ഇടുവാണെങ്കിൽ ഗ്രില്ല് ചെയ്ത് 2 സൈഡും കിട്ടും. ഇനിയിപ്പം അഥവാ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള ഓവൺ ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതേപോലത്തെ ഗ്രില്ലിംഗ് പാൻ നമുക്ക് മേടിക്കാൻ കിട്ടും, അങ്ങനെ മേടിക്കുക. ഇനിയിപ്പോൾ അതും ഇല്ല എന്ന് വെച്ചോ, നമുക്ക് അതും ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പക്ക മറ്റേ ചപ്പാത്തി കല്ലില്ലേ അതിനകത്തോട്ട് വെച്ചേച്ച് നമ്മൾ ചെയ്തെടുത്തേച്ചാൽ മതി. ഫസ്റ്റ് എന്നാ ചെയ്യേണ്ടത്, ഇത് കുറച്ച് നേരം ഇരിക്കണം എന്നാണ് ഈ ഒരു ചിക്കൻ എന്ന് പറയുന്നത്. അതല്ലെങ്കിൽ അതിൻ്റെ ആ എല്ലാം ഒന്ന് നമ്മുടെ പൈനാപ്പിളും എല്ലാം ഒന്നും അതിനകത്ത് അതിൻ്റെ ആ ജ്യൂസൊക്കെ ഒന്ന് നല്ലോണം പിടിച്ചാലേ ആ ടേസ്റ്റ് വരുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുമ്പോൾ ഒക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുകയും ഈ ഒരു എന്താ പറയുക ബാറ്റർ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം, അതാ വേണ്ടി. ഇനി എന്നാ ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കൊരു ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒത്തിരി എണ്ണ ഒഴിച്ച് അങ്ങോട്ട് എന്നാ വേണ്ടാന്നുണ്ടെങ്കിൽ ഈ ഒരു ബാറ്ററിനകത്തോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ച് കൊടുത്തേച്ചാൽ മതിയേ. തീ അങ്ങോട്ട് കുഞ്ഞു ഫ്ലെയിമേ വെച്ചേച്ച് ഇത് ശരിക്കും നമുക്ക് വലിയ സ്ക്യൂവറിലാണ് ചെയ്യാനുള്ളത്. അത് നമുക്ക് സ്ക്യൂവർ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഈർക്കിലില്ലേ അതായാലും മതി. ഇതൊന്നും ഇല്ല നമ്മുടെ കയ്യിൽ അറ്റ് പ്രസൻറ്റ് ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ ഗ്രിൽ പാനെ വെച്ച് അങ്ങോട്ട് എടുത്തേച്ചാൽ മതി. ഇനി സ്ക്യൂവർ തപ്പിയിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ടൂത്ത് പിക്ക് എന്തായാലും കാണും, അതിലായാലും നമുക്ക് ചെയ്യാം. ബിക്കോസ് ഒരു സ്റ്റാർട്ടറായിട്ട് നമ്മളത് കൊടുക്കാനാണോ എങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെല്ലാം കാര്യങ്ങൾ വീട്ടിലുണ്ടല്ലോ. ഇനിയിപ്പോൾ സ്ക്യൂർ ആണെങ്കിൽ തന്നെ ഇത് ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ അങ്ങനെയൊന്നുമില്ല. ഞാൻ പറയുന്നത് എന്നാണെന്നറിയോ, ഞാനിവിടെ ചെയ്യുന്ന എല്ലാ വിഭവങ്ങളും എല്ലാ അമ്മമാരും വീട്ടിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കണം. അതിനാണ് ഞാൻ ഇങ്ങേറ്റ ഈർക്കിലിയുടെ കാര്യം വരെ പറയുന്നത്. ഇറച്ചി ഇനി ഈ പറഞ്ഞ കൂട്ട് എല്ലോടുകൂടി ചെയ്യുവാന്നു എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൈനാപ്പിൾ ജ്യൂസിനകത്തിട്ട് തന്നെ അതൊന്ന് വേവിച്ചേച്ച് ഫുൾ വെള്ളവും അതിനകത്ത് പറ്റി പിടിക്കുകയല്ലേ, പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇച്ചിരി ഒരു എണ്ണ ഒഴിച്ച് ഗ്രില്ല് ചെയ്തെടുക്കോ, അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഗ്രിൽ പാനിലോ ഓവണിനകത്തോ എന്നാന്ന് വെച്ചാൽ അതുപോലെ അങ്ങ് ഗ്രില്ല് ചെയ്തെടുത്തേച്ചാൽ മതിയേ. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ കൂടെ നമ്മളൊരു എഗ് ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചിക്കൻ ഫ്രൈഡ് റൈസ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ഒരു സാധാ പുലാവ് ആണെങ്കിൽ അങ്ങനെ മതി. ഇത് ചെയ്യുമ്പോൾ മാത്രം നമ്മൾ ഏറ്റവും കുഞ്ഞു ഫ്ലെയിമേ തന്നെ ചെയ്യണം. കാര്യം ഇറച്ചി നമ്മൾ വേവിച്ചിട്ടില്ല, ഡയറക്റ്റ്ലി ഓൺ ദ പാനാണ്. അന്നേരം അത് വേവാനായിട്ട് ഒരു ഇച്ചിരി നേരം എടുക്കും. എന്നാൽ ഗ്രില്ലാണ്, ഒത്തിരി സമയം എടുക്കുകയില്ലെന്നും പറയും. പക്ഷേ എനിക്ക് ഇതെല്ലാം പറഞ്ഞാലും ഉണ്ടല്ലോ കുഞ്ഞു ഫ്ലെയിമേൽ ഇച്ചിരി വേവിച്ചെടുക്കുന്നത് തന്നെയാണ് ഇഷ്ടമേ. അതുകൊണ്ട് അതിൻ്റെതായ ഒരു സമയം കൊടുക്കുക. ഉള്ളു വരെ ഒന്ന് വേവണ്ടേ, അല്ലേ പിന്നെ എന്നാത്തിനാണ് കൊള്ളുന്നത്. അല്ലെങ്കിൽ നമ്മളൊന്ന് കടിക്കുമ്പോഴത്തേനൊക്കെ ഇച്ചിരി പച്ചച്ചോവയൊക്കെ വന്നു കഴിഞ്ഞാൽ കൊള്ളുകയില്ല. അതുകൊണ്ട് ഇച്ചിരി സമയം കൊടുത്തു. ഇതായാലും ശരി, ഏതൊരു ഇറച്ചിയുടെ വിഭവങ്ങളായാലും ശരി, ഈവൻ വെജിറ്റേറിയൻ ആയാലും പോലും ഏറ്റവും കൂടുതൽ കുഞ്ഞു ഫ്ലെയിമേ വെച്ച് ചെയ്യുന്ന ഏറ്റവും നല്ലത്. ഇത് ശരിക്കും നമ്മൾ ആ ബാറ്ററിൽ മുക്കി കുറേശ്ശെ വറുത്തെടുക്കുക. ഇത് ഞാൻ കുഞ്ഞി പീസാക്കിയതുകൊണ്ടായിരുന്നു ഇത് ആ ടൂത്ത് പിക്കിനകത്ത് വെക്കുന്നത്. അതല്ല വലിയൊരു സ്ട്രിപ്പ് പോലെ എടുക്കുവാണെങ്കിൽ നമ്മുടെ വലിയ സ്ക്യൂവറിനകത്ത് സിഗ്സാക്ക് പോലെ കുത്തി കയറ്റി വെച്ചാൽ അതിനെ നൂത്ത് ഇതേപോലെ ഗ്രില്ല് ചെയ്തെടുക്കുകയാണെങ്കിൽ എഗ് ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. അതല്ല സ്റ്റാർട്ടർ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ പറഞ്ഞില്ല അതൊരു ഫ്രൈഡ് റൈസ് അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെ സെർവ് ചെയ്യാനാണ് നല്ലത്. അതല്ല ഇതൊരു സ്റ്റാർട്ടറായിട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ. പക്ഷേ ഇതിനൊരു സ്പെഷ്യൽ പുലാവ് പോലെ നമുക്ക് ചെയ്യണം. പക്ഷെ അത് ഇപ്പം നമുക്ക് നേരെ ഇല്ലാത്തതുകൊണ്ട് അதையும் ചെയ്യാനൊക്കാത്ത.